മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് കഴിച്ചതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു തുടയുടെ ഭാഗമാണ് കഴിച്ചത്. ഒരു മനുഷ്യനെ മൊത്തമായിട്ടൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല, തുടയുടെ ഭാഗം കഴിച്ചു. മാംസളമായ ഭാഗമാണ് ഏറ്റവും നല്ല ഫ്ലഷ്, നല്ല മാംസം അവിടെയാണ് എന്നാണ് പറയുന്നത്. വേവിച്ച മാംസം എന്ന രീതിയിൽ തന്നെയാണ്. ചിതയിൽ എരിഞ്ഞുണ്ടോ അവിടെ നിന്ന് പാകമാവുകയാണ്. അതാണ് ചുട്ടെടുത്ത മാംസം കഴിക്കുമ്പോൾ എന്താണോ ഫീല്, ആ ഒരു ഫീലാണ്. ഈ വ്യക്തിയെ കണ്ടതിന് ശേഷം ഞാൻ അവിടുത്തെ ഒരു മലയാളിയെ പ്രിയപ്പെട്ടു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ഏകദേശം 1 വർഷത്തിന് മുകളിലായിട്ട് അവരിവിടെ ഉണ്ട്. ഒരു പ്രശ്നമുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ശിവനെ കഴിഞ്ഞാൽ മാ കാളിയാണ്, മാതാ കാളിനെയാണ്. അവർക്ക് ദേഷ്യം വന്നാൽ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ണും മുഖമൊക്കെ മാറി കാളിയുടെ രീതിയിലേക്ക്, കണ്ണൊക്കെ ചുമന്നൊരു വല്ലാത്ത രീതിയിലേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ മാറും. അല്ലാത്ത സമയത്ത് അവരുടെ നല്ല മൂഡാണെങ്കിൽ കണ്ണ് വളരെ വെളുത്ത നിറം. ശ്മശാനത്ത് ഈ ബോഡി ദഹിപ്പിക്കുന്നതിന് മുകളിലായി കയറി നിന്ന് അവിടെ നിന്ന് താണ്ഡവമാടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന മനുഷ്യമാംസം എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ? തീർച്ചയായും കഴിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. തീർച്ചയായും കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എപ്പോഴും കഴിക്കാറുണ്ട്? ആ ഫീല് ഇങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട്, അത്തരം വാക്കുകൾ എവിടെ ഉപയോഗിക്കണം എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അതെ തീർച്ചയായും ആ ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. ശ്മശാനത്ത് ഈ ബോഡി ദഹിപ്പിക്കുന്നതിന് മുകളിലായി കയറി നിന്ന് അവിടെ നിന്ന് താണ്ഡവമാടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന അഘോരികളുണ്ട് എന്ന് ചില ചിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ചിത്രങ്ങൾ കണ്ട് മാത്രമല്ല അവിടെ നിന്ന് മാംസം അവർ കഴിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ സംശയം അവരോട് ചോദിച്ച സമയത്ത് അവർ വ്യക്തമായി തന്നെ പറഞ്ഞു, അഘോരികൾ മനുഷ്യമാംസം കഴിക്കും. അഘോരികളുടെ മുന്നിൽ നല്ലതെന്നോ ചീത്തയെന്നോ എന്ന രീതിയിൽ ഒരു ഭക്ഷണ സാധനത്തെ അവർ മാറ്റി നിർത്തിയിട്ടില്ല. നമുക്കിപ്പം ആടും മാടുകളും ഇതൊക്കെ നല്ലതും, അല്ലെങ്കിൽ മനുഷ്യമാംസമോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ നമുക്ക് ചീത്തയുമാണ്. പക്ഷെ ഇത്തരത്തിൽ അഘോരികളുടെ കണ്ണിൽ നല്ലതും ചീത്തയും എന്ന രീതിയിൽ ഒന്നിനെയും വേർതിരിച്ചിട്ടില്ല. എല്ലാം നല്ലതാണ് അവർക്ക് മുന്നിൽ. ആ ഒരു ലെവലിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് അഘോരി ആകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ മാനസിക നിലയ്ക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത വാക്കുകളായിരിക്കും അത്, അല്ലേ? തീർച്ചയായും എനിക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്തായാലും. അങ്ങനെ അവർ പറയുകയാണ്. ഞാൻ ചോദിച്ചു, താങ്കൾ ഇത് മനുഷ്യമാംസം എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ? തീർച്ചയായും കഴിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. തീർച്ചയായും കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എപ്പോഴും കഴിക്കാറുണ്ടോ? ഇല്ല, അതൊരു പ്രത്യേക ചടങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് കഴിക്കാറ്. അവർ കഴിച്ചിട്ടുണ്ട്. എത്ര തവണ കഴിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു ചടങ്ങിന് വേണ്ടി മാത്രമായിട്ടാണ് കഴിച്ചത്. പിന്നെ ഞാൻ ചോദിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, മനുഷ്യമാംസത്തിൻ്റെ രുചി എന്താണ്? അവർ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, സാൾട്ട്. എൻ്റെ രോഗത്തെ എനിക്കത് കേട്ടപ്പോൾ എന്താണെന്നറിയത്തില്ല, ഒരു അല്പം ഭയമോ മറ്റെന്തോമോ തോന്നിയൊരു പ്രത്യേക ഒരു മൂഡായിരുന്നു അത്. മനുഷ്യമാംസത്തിൻ്റെ രുചി ഉപ്പിൻ്റെ രുചിയാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് അവരുടെ അഭിമുഖം എടുത്തതിന് ശേഷം അവരോട് ഓഫ് റെക്കോർഡിൽ ചോദിച്ചു, മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് കഴിച്ചതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു തുടയുടെ ഭാഗമാണ് കഴിച്ചത്. ഒരു മനുഷ്യനെ മൊത്തമായിട്ടൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല, തുടയുടെ ഭാഗം കഴിച്ചു. മാംസളമായ ഭാഗമാണല്ലോ. ഏറ്റവും നല്ല ഫ്ലഷ്, നല്ല മാംസം അവിടെയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഭാഗം കഴിച്ചു വന്ന് ഈ വേവിച്ച മാംസം എന്ന രീതിയിൽ തന്നെയാണ്. ചിതയിൽ എരിഞ്ഞുണ്ടോ അവിടെ നിന്ന് പാകമാവുകയാണല്ലോ. അതാണ് ചുട്ടെടുത്ത മാംസം കഴിക്കുമ്പോൾ എന്താണോ ഫീല്, ആ ഒരു ഫീലാണ്. പിന്നെ അവരോടുള്ള സംസാരത്തിനിടയിൽ വേറെ ഒരു കാര്യം കൂടെ കൂടുതലായി ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ചോദിച്ചില്ല. ഓരോരുത്തരുടെ ഭക്ഷണ രീതി അനുസരിച്ച് ആ മാംസത്തിൻ്റെ രുചി വ്യത്യാസപ്പെട്ടിരിക്കുന്നു അവർ പറഞ്ഞു. ഈ വ്യക്തിയെ കണ്ടതിന് ശേഷം ഞാൻ അവിടുത്തെ ഒരു മലയാളിയെ പ്രിയപ്പെട്ടു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ഏകദേശം 1 വർഷത്തിന് മുകളിലായിട്ട് അവരിവിടെ ഉണ്ട്. ഒരു പ്രശ്നമുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ശിവനെ കഴിഞ്ഞാൽ മാ കാളിയാണ്, മാതാ കാളിനെയാണ്. അവർക്ക് ദേഷ്യം വന്നാൽ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ണും മുഖമൊക്കെ മാറി കാളിയുടെ രീതിയിലേക്ക്, കണ്ണൊക്കെ ചുമന്നൊരു വല്ലാത്ത രീതിയിലേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ മാറും. അല്ലാത്ത സമയത്ത് അവരുടെ നല്ല മൂഡാണെങ്കിൽ കണ്ണ് വളരെ
വെളുത്ത നിറം. അത്രയും നിലയിൽ ഈ യോഗയൊക്കെ ചെയ്യുന്നതിൻ്റെ പവർ കൊണ്ട് കണ്ണ് നല്ല നിറമുള്ള രീതിയിൽ ഭയങ്കര ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കണ്ണ് നമുക്ക് അവിടെ കാണാൻ പറ്റും, ബ്രൈറ്റ് ആയിട്ടുള്ള എന്നാണ് അവിടുത്തെ ഒരു വ്യക്തി പറഞ്ഞത്. അതേ രീതി തന്നെയാണ്. അപ്പോൾ ഇവരെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് രൂപം എന്ന് എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മുടെ സംശയങ്ങൾ പൂർണ്ണമായിട്ടും ചോദിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതേ സമയത്ത് തന്നെ അവരുടെ ഈ അഘോരി ആയതിനെക്കുറിച്ചും അവരിനി എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നതിനെക്കുറിച്ചും ഒക്കെ പറയേണ്ടത്. അവരെന്നോട് പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരിൽ വന്നിട്ടുണ്ട്, ചോറ്റാനിക്കര അമ്മേൻ്റെ അടുത്ത് ഇടയ്ക്ക് വരാറുണ്ട്, പിന്നെ തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ഒരു ആന്ധ്രാപ്രദേശിലേക്ക് കുംഭമേളയ്ക്ക് ശേഷം പോവുകയാണ്, ഏതോ ഒരു ക്ഷേത്രത്തിലേക്ക്. അതിനുശേഷം കേരളത്തിൽ വരുന്നുണ്ട്. ആ സമയത്ത് ഞാനൊരു മാധ്യമപ്രവർത്തനമാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, തീർച്ചയായും ഞാൻ വരാം, ചോറ്റാനിക്കര അമ്മേൻ്റെ അടുത്ത് വരുന്നുണ്ട്, ആ സമയത്ത് കാണാം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ആ സമയത്ത് നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി കാണണം എന്ന് തോന്നുന്നു. ആ കാഴ്ച നമ്മുടെ പ്രേക്ഷകരെ കാണിക്കേണ്ടതാണ്, എത്തിക്കാൻ സാധിക്കും. കാര്യം അർജുൻ ഈ പറയുമ്പോൾ, ഞാനത് കേട്ടിരിക്കുമ്പോൾ, അർജുൻ ഈ പറഞ്ഞ ആദ്യത്തെ വീഡിയോ ഞാൻ കണ്ടതാണ്. അർജുൻ എന്ന ഓഫീസിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ആ വീഡിയോ കാണിച്ചു തന്നതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണവും കൂടി. നമ്മൾ വളരെ അവിചാരിതമായിട്ടാണ് ഈ കുംഭമേളയെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ എന്തോ ഒരു വൈബ്രേഷൻ നമ്മളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ട്. ശിവഭഗവാനിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശിവൻ വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മരണം എന്നൊരർത്ഥം കൂടിയുണ്ട്. അങ്ങനെയല്ല, സർവം ശിവമയമായ ആ ഭൂമിയിലേക്ക് പോകാൻ. നോക്കൂ, സ്വാമി ആനന്ദവനത്തിൻ്റെ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പേരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. അവർക്കൊക്കെ പോയവരുണ്ട്, 12 വർഷങ്ങൾക്ക് മുമ്പ് കുംഭമേള കാണാൻ പോയവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അവിടേക്ക് എത്തണം എന്ന ആഗ്രഹത്തിൽ വിളിക്കുന്നവരാണ്. ഇന്ന് തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഫോണിൽ വിളിച്ച ഒരാൾ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയ ഇത്ര സജീവമായതോടുകൂടി 12 വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഇത്ര സജീവമായതുകൊണ്ട് ഇത്തവണത്തെ കാര്യം പറയുകയേ വേണ്ട, അവിടെയൊക്കെ ചെന്നെടുക്കാൻ പോലും പറ്റുമോ എന്നറിയില്ല എന്നുള്ളതാണ്. നമുക്ക് അർജുൻ, കണ്ടിട്ടില്ലാത്ത കാശി, കണ്ടിട്ടില്ലാത്ത മണികർണികാഘട്ട്, കണ്ടിട്ടില്ലാത്ത ഗംഗ, വീഡിയോകളിലും പറഞ്ഞും വായിച്ചും കേട്ടറിവുള്ള ഈ സ്ഥലത്തേക്ക് ആ ഒരു വൈബ്രേഷൻ നമ്മളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ, ഒരു തവണ പോയി വന്ന താങ്കൾക്ക് ഇനിയും അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ത്വരയുണ്ടോ? രോഹിത്, ആ ചോദ്യത്തിന് ഒരു അർത്ഥമില്ല. ഞാൻ അഭിമുഖത്തിന് മുമ്പ് തന്നെ രോഹിത്തിനോട് ഞാൻ പറഞ്ഞു, രോഹിത്ത്, എനിക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ കാട്ടുകളിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ ഏകദേശം ഒരു രാത്രി ഒരു 10 മണി 11 മണി സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, ഒറ്റയ്ക്കാണ് നടന്നത്. അവിടെ നിന്ന് വേണമെങ്കിൽ മലയാളി സുഹൃത്തുക്കളെ കിട്ടുമായിരുന്നു, പരിചയമുള്ളവർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരോട് ജസ്റ്റ് സ്ഥലങ്ങൾ ചോദിച്ചതല്ലാതെ അവരെ കൂടെ കൂട്ടിയില്ല, ഒറ്റയ്ക്കുള്ള യാത്ര എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ആ നടത്തത്തിനിടയിൽ എനിക്ക് പലപ്പോഴായി തോന്നി, ഇപ്പോഴും ഇവിടുന്ന് പോകണ്ട. ഭഗവാനെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനുള്ളിൽ ക്യൂ നിന്ന് ഭഗവാനെ കണ്ട് നമ്മൾ അവിടെ അർപ്പണങ്ങൾ നടത്തി പുറത്തിറങ്ങിക്കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഒരു ശിവലിംഗമാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിനുള്ളിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ആ ശിവലിംഗത്തിനകത്ത് നമ്മൾ ആ ക്യൂ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ വിവിധ ടി വികൾ അവിടെ വെച്ചിട്ടുണ്ട്. ആ ടി വികൾ കാണാം ഉള്ളിലെ വിഗ്രഹത്തിൻ്റെ ലൈവ് വിഷ്വൽ, അവിടെ ഉള്ളിൽ നടക്കുന്ന പൂജകളും കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ക്യൂ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തോ ഒരു എനർജി നമ്മളെ പയ്യെ അങ്ങ് തള്ളിക്കൊണ്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനൊരു ഡിബേറ്റിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തും ഇതേപോലെ വൈകാരികമായിട്ട് സംസാരിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആ ഫീല് ഇങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട്, അത്തരം വാക്കുകൾ എവിടെ ഉപയോഗിക്കണം എന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അതെ, തീർച്ചയായും ആ ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. അവിടെ നിന്ന് പുറത്തിറങ്ങി ഞാൻ പറഞ്ഞില്ലേ, ഈ ഘാട്ടുകളിലൂടെ ഈ മണികർണിക ഘാട്ടിൽ ഞാൻ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം ഞാൻ മണികർണിക ഘാട്ടിലേക്ക് തന്നെ വീണ്ടും തിരിച്ച് നടന്നു വന്ന് അതിനുശേഷം അവിടെ നിന്ന് വേണമെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് മറ്റേ നമുക്ക് പോകാം ആസി ഘാട്ടിലേക്ക്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്. പക്ഷേ ഈ ഘാട്ടുകളിലൂടെ തന്നെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും ഘാട്ടുകളിലൂടെ തന്നെ നടക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി. അങ്ങനെ ഘാട്ടുകളിലൂടെ ഞാൻ നടന്നു വരുന്ന സമയത്ത് പലപ്പോഴായിട്ട് പലതരത്തിലുള്ള സന്യാസിമാരും മറ്റു ആൾക്കാരും ഒക്കെ സൈഡിൽ ഇരിപ്പുണ്ട്. പല ആൾക്കാർ നോർത്ത് ഇന്ത്യ ആണ്, നല്ല തണുപ്പുണ്ട്. ഞാൻ ആ പോയ രാത്രിയിൽ 9 ഡിഗ്രി സെൽഷ്യസ് മറ്റുമായിരുന്നു തണുപ്പ്. അതുകൊണ്ട് തന്നെ ആളുകൾ തീ കായുന്നുണ്ട്. അതിനൊക്കെ സൈഡിലായിട്ട് പലതരത്തിലുള്ള സന്യാസിമാരും പ്രാർത്ഥിക്കുന്നുണ്ട്, പല ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ നടന്ന സമയത്ത് ഈ ഗംഗയിൽ
എനിക്ക് തോന്നുന്നത് മണികർണിക ഘാട്ട് കഴിഞ്ഞ് ഏകദേശം 2-3 ഘാട്ടുകൾക്ക് ശേഷം അതിനകത്ത് ബനാറസ് ഘാട്ടെന്നോ അങ്ങനെ എന്തോ ആണ് ഘാട്ടിൻ്റെ പേര്, ഞാൻ പേര് വിട്ടുപോയി. അവിടെ ഒരു സ്ഥലത്ത് ഒരു കൽമണ്ഡപമുണ്ട്. ആ കൽമണ്ഡപത്തിൽ ചില ആളുകൾ ഫോട്ടോ എടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കൽമണ്ഡപത്തിൽ തന്നെ ഒന്ന് പോയിരുന്നു, ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കാമെന്ന് കരുതിയിട്ട്. അവിടെ പോയിരുന്ന സമയത്ത് ഗംഗ തൊട്ട് സൈഡിൽ, ആ ഗംഗയോട് ചേർന്നാണ് ഈ കൽമണ്ഡപം. തൊട്ട് സൈഡിലേക്ക് ഘാട്ടുകൾ ഇങ്ങനെ. അവിടെ നമുക്ക് ദൂരെ നിന്ന് മണികർണിക ഘാട്ടിലെ എരിയുന്ന തീയുടെ ഒരു വെളിച്ചം കാണാം. ഈ ഗംഗയിലെ സ്പീഡ് ബോട്ടുകളും അല്ലെങ്കിൽ അത്ര ബോട്ടുകൾ പോകുന്നു, ഇലക്ട്രിക് ബോട്ടുകൾ പോകുന്നു, അല്ലെങ്കിൽ തോണികൾ പോകുന്നു. അവിടെ നിന്നുള്ള തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. പിന്നെ പൊതുവെ ഈ 9 ഡിഗ്രി തണുപ്പെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ കുറച്ച് നേരം കണ്ണടച്ചിരുന്നപ്പോഴാണ് ഇനി ഇവിടുന്ന് പോകണ്ട എന്നൊരു നിമിഷം തോന്നിപ്പോയത്. കുറച്ചു നേരം അങ്ങനെ കണ്ണടച്ചവിടെ ഇരുന്നു. ഭഗവാനെ കുറേ ആലോചിച്ചു. മണികർണിക ഘാട്ടിൽ നേരത്തെ കണ്ടിട്ടുള്ള ശവം ഇരിക്കുന്ന കാഴ്ചകൾ ആലോചിച്ചു. അച്ഛന് വേണ്ടി നടത്തിയിട്ടുള്ള ക്രിയകൾ ആലോചിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് മൊബൈലിലേക്ക് ആരോ കോൾ ചെയ്തു. എനിക്ക് തോന്നുന്നത് ഞാൻ എടുത്ത റൂമിൻ്റെ ആ ഓണർ എനിക്ക് ഭാഷ അത്ര വശമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടോ കുറേ നേരമായല്ലോ പോയിട്ട് എന്ന് തോന്നിയിട്ടാണ് തോന്നുന്നു അദ്ദേഹം വിളിച്ചത്. അദ്ദേഹം വിളിച്ചതുകൊണ്ട് വരാനായില്ലേ എന്ന് ചോദിച്ച് വിളിച്ചപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത്. കുറേ നേരം അവിടെ ഇരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള സ്ട്രെസ്സുകളും മറ്റ് കാര്യങ്ങളോ നമ്മുടെ ഫാമിലിയോ നമ്മുടെ സുഹൃത്തുക്കളോ മറ്റൊന്നിനെക്കുറിച്ചും നമുക്ക് അങ്ങനെ മനസ്സ് ബ്ലാങ്ക് ആയിട്ട് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങണമെന്ന് ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരു ഫീലിലേക്ക് കുറച്ച് നേരമെങ്കിലും പോകാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഇനി അങ്ങനെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല രൂപത്തെ. ആ ഒരു ഫീൽ അവിടെ ഇട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയ സമയത്ത് രൂപത്തെ നമുക്ക് കുംഭമേളയ്ക്ക് പോകണം. പോകുന്ന സമയത്ത് നമുക്ക് അയോധ്യയിലും പോകണം, ഒപ്പം തന്നെ കാശിയിലും പോകണം. ഞാൻ പറഞ്ഞു രൂപത്തിനോട് കുംഭമേളയ്ക്ക് പോകാൻ പറ്റുമെന്നുള്ള അറിയില്ല, പക്ഷെ നമുക്ക് എന്തായാലും പോകണം. ഞാൻ അവിടെ നിന്ന് കാശിയിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ റൂം എടുത്ത് അവിടുത്തെ PG ചേട്ടനോട് ഞാൻ പറയുകയാണ്, സുനിൽ ഭായ് എന്ന് പറയും, ഞാൻ എന്തായാലും ഉടനെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇനി വരുമ്പോൾ ഫാമിലിയെ കൂട്ടിയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അതാണ് അവിടുത്തെ ഫീല്. ആ ഫീല് പ്രേക്ഷകർക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. തീർച്ചയായും സ്ത്രീകൾക്ക് ഒറ്റയ്ക്കൊക്കെ പോകാൻ ഒരു കുഴപ്പമില്ല. അവിടുത്തെ സോളോ ഇത്തരത്തിൽ അവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നല്ലോ ഒട്ടേറെ പേര് ഞാൻ അവിടെ കണ്ടു. ഒട്ടേറെ പേര് സോളോ ആയിട്ട് വന്നിട്ടുള്ള അവരെല്ലാവരും തന്നെ അങ്ങനെ. കാശി എന്ന് പറയുന്നത് അവിടെ ആളുകൾ വിനോദത്തിന് വരുന്നവർ ഉണ്ടാകാം. ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ കാശിയും ടച്ച് ചെയ്ത് പോകാലോ, അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോ എടുക്കാലോ. എല്ലാം ഓരോ ഫ്രെയിമുകളും വളരെ വളരെ മനോഹരമാണ്. കാശി അതെ. നമ്മൾ കാശിയിൽ എവിടെ മൊബൈൽ ക്യാമറ വെച്ചാലും അല്ലെങ്കിൽ ക്യാമറ വെച്ചാലും ഒരു ഫോട്ടോഗ്രാഫിക് മൈൻഡുള്ള വ്യക്തികൾക്ക് കാശി ഭയങ്കര സുന്ദരമാണ് ഫോട്ടോകൾ എടുക്കാൻ. അങ്ങനെ വരുന്നവരുണ്ടാകും. പക്ഷെ അല്പമെങ്കിലും ഈശ്വരവിശ്വാസത്തോടു കൂടി വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തികൾ അവിടെ എത്തുമ്പോൾ വേറെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. പൊതുവേ എല്ലാവരും പറയപ്പെടുന്ന പ്രശ്നമാണ് സൗത്ത് ഇന്ത്യക്കാർക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് പിടിക്കില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ കഴിച്ച എല്ലാ ഹോട്ടലിലെയും ഭക്ഷണം വളരെ മനോഹരമായിരുന്നു, വളരെ രുചികരമായിരുന്നു. അവിടെ ചെല്ലുന്ന ഓരോ ആളുകൾക്ക് വേണ്ടിയും ഭഗവാൻ അതൊരുക്കി വെച്ചിരിക്കുന്നു. തീർച്ചയായും ഞാൻ അവിടെ കയറി കഴിച്ചതൊന്നും സ്റ്റാർ ഹോട്ടലിലൊന്നും അല്ല. എല്ലാം 200 രൂപേൻ്റെ താഴെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചുള്ളൂ. 200-250 രൂപ താഴെയുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ഒരു നേരം ഒരു 150 രൂപ 200 രൂപ അങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ചെറിയ കടകളിൽ നിന്ന് കഴിച്ചത്. മാക്സിമം പോയി ഒരു 10 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന കടകൾ, അല്ലെങ്കിൽ 15 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കടകൾ എന്ന് പറയാം. അങ്ങനെ ഉള്ള കടകളിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ആകെ നോക്കിയത് ഒരൊറ്റ കാര്യമുള്ളൂ, വൃത്തിയുണ്ടോ എന്നുള്ളത്. ഞാൻ സാധാരണ ഏത് കടയിൽ കയറി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ കയറിയാൽ നോക്കാറ്. പുറമേ നോക്കുമ്പോൾ വൃത്തിയുണ്ടോ, അവിടെ നിൽക്കുന്ന ആളുകളിൽ ഒരു വൃത്തിയുണ്ടോ എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കൂ. ഞാൻ കഴിച്ച ഹോട്ടലിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ രുചികരം തന്നെയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത്. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ പറയേണ്ടത് എന്താണെന്നറിയോ, നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഭഗവാൻ വിളിച്ചു കഴിഞ്ഞാൽ മാത്രം, വിളിക്കുക എന്ന് വെച്ചാൽ 2 അർത്ഥം ഉണ്ട് അതിന്. ഭഗവാൻ വിളിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ശിവഭഗവാൻ വിളിക്കുക എന്ന് വെച്ചാൽ ശിവനിലേക്ക് എത്തുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വിശ്വാസമുണ്ട്. പക്ഷേ ശിവൻ ഭഗവാൻ അത്തരത്തിൽ കാശിയിലേക്ക് വരാൻ വേണ്ടി നമ്മളെ വിളിക്കുകയാണെങ്കിൽ മാത്രമേ കാശിയിൽ നമുക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ. അല്ലാതെ രോഹിത് ഒരു 50 വർഷം കാശിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. ആ കാശിയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. കാശിയിൽ അവിടെ ഭഗവാൻ അങ്ങോട്ട് വിളിക്കുകയാണ്, കാശിയിലേക്ക് വാ എന്ന് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളവിടെ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ എത്തുന്ന സമയത്ത് കാശിയിലേക്ക് എത്താനുള്ള എല്ലാ കാര്യവും ഭഗവാൻ തന്നെ ഒരുക്കി തരും. അതിന് വേണ്ട പണം, അതിന് വേണ്ടിയുള്ള യാത്രാ സൗകര്യം, അത് നമുക്ക് താമസിക്കാൻ വേണ്ട സ്ഥലം, നമുക്കവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ വ്യക്തികൾ, അതിന് ഭാഷ തടസ്സമാകാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അവിടെ കൃത്യമായ ഭക്ഷണം,
സദ്യ തന്നെ ഒരുക്കി തരും. അങ്ങനെ എല്ലാം കൊണ്ടും ഭഗവാൻ അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ കാശിയിലേക്ക് വിളിക്കുന്നതെന്നാണ് എനിക്ക് പോയിട്ട് അവിടെ ഒരു 2-3 ദിവസം നിന്ന സമയത്ത് ഫീൽ ചെയ്തു.